പ്രിപ്പറേഷൻ തുടങ്ങി ഒരു വർഷത്തിനിടയിലാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. ഒരു വർഷം കൊണ്ട് SSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ ഒരു ജോലി നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എൻ്റെ ചേട്ടൻ SSC ക്ലിയർ ചെയ്ത ആളാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടനെ പോലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. ഹായ്, ഞാൻ അഞ്ജലി കൃഷ്ണ. ഞാൻ ദിശ അക്കാഡമിയിലെ 2024 ജൂൺ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് 2024 MTS എക്സാം ക്ലിയർ ആയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ജോയിനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വർഷം ഡിഗ്രി കഴിഞ്ഞു, എന്നിട്ട് ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്യായിരുന്നു. ഒരു വർഷം കൊണ്ട് SSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ ഒരു ജോലി നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എൻ്റെ ചേട്ടൻ SSC ക്ലിയർ ചെയ്ത ആളാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടനെ പോലെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ തന്നെയാണ് ദിശ അക്കാഡമി സജസ്റ്റ് ചെയ്തതും അങ്ങനെയാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഡെയിലി 6-7 മണിക്കൂർ പഠിക്കുന്ന ഒരാളാണ്. രാവിലെ എണീറ്റ് കുറച്ച് സമയം പഠിച്ചിട്ടാണ് ദിശയിലേക്ക് വരുന്നത്. ഇവിടെ ഉച്ചവരെ ക്ലാസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം മെൻറ്ററിങ് സെഷൻ ഉണ്ടാവും. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതും ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ മെൻറ്റർ ലക്ഷ്മി ചേച്ചിയായിരുന്നു. ചേച്ചി നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഡൗട്ടൊക്കെ നന്നായിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ടും ബാക്കി പഠിച്ചിട്ട് റിവൈസ് ചെയ്തിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ വീണ്ടും പിറ്റേ ദിവസം രാവിലെ എണീക്കും. എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. സക്സസ്സിലേക്ക് എത്താൻ ദിശ അക്കാഡമി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ക്ലാസ്, മെറ്റീരിയൽസ്, മെൻറ്ററിങ് സെഷനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ 100 ഡേ മെറ്റീരിയലിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഒരു മെറ്റീരിയലിൽ മാത്സിൻ്റെ 25 ക്വസ്റ്റ്യൻ, റീസണിങ്, GKയുടെ ഒരു ടോപ്പിക്കും ഇംഗ്ലീഷും വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിൻലി ദിശയുടെ ക്ലാസ് നോട്ട്സും മെറ്റീരിയൽസും ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചത്. കൂടാതെ യൂട്യൂബ് ക്ലാസ്സസ് കാണുമായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ബ്ലാക്ക് ബുക്കിൻ്റെ PDF ഉണ്ടായിരുന്നു. അപ്പോൾ വൊക്കാബ് മാക്സിമം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല എക്സാം അടുക്കാറായപ്പോൾ നമ്മുടെ തന്നെ ലാബിൽ മോക്ക് ടെസ്റ്റ് മാക്സിമം ചെയ്യുമായിരുന്നു. പ്രിപ്പറേഷൻ തുടങ്ങി ഒരു വർഷത്തിനിടയിലാണ് എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. എല്ലാവരും നന്നായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്തതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. PYQs മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഈ എക്സാം അല്ലെങ്കിൽ മറ്റൊരു എക്സാം നിങ്ങളെ കൊണ്ട് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.